ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളെ തമ്മിൽ കണ്ട പോലെ തന്നെ ഡെലിവറിയെല്ലാം കഴിഞ്ഞിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് കേട്ടോ. ഇത് പുതിയൊരു സ്ഥലത്ത് കുറച്ച് ദിവസം നിൽക്കാനായിട്ട് അങ്ങനെ പോക്കാന്ന്. അപ്പോൾ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളും പിന്നെ അടുത്ത ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയെല്ലാം ആയിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു വ്ളോഗ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സ്മൈലിയോ എന്തെങ്കിലും ആയിട്ട് കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായത്, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ഡെലിവറി കെയറിന് പോകുന്നുണ്ടെന്ന്. അപ്പം എന്താണ് ഡെലിവറി കഴിഞ്ഞൊരു 10 ദിവസം എങ്ങാനാകുമ്പോൾ കേട്ടോ അടുത്തേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇത് സഹ്യ ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുർവേദ സെൻറ്റർ ഉണ്ടല്ലോ ഇവിടെ കോഴിക്കോട് കൊയിലാണ്ടിയിൽ. അപ്പോൾ ആടെയാണ് കേട്ടോ ഇത്. അപ്പോൾ ആടെ നമ്മൾ വന്ന് അപ്പോൾ ഇവിടെ ഞാനങ്ങനെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊന്നും ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വ്ളോഗായിട്ട് ചെയ്യാം. കാരണം ഇതിലെല്ലാം കൂടി ആകുമ്പോൾ അങ്ങ് ഫുള്ള് ലെങ്ത്തായി പോവും. അപ്പം നമ്മളങ്ങനെ വന്നത്തെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. പിന്നെ ആദ്യമൊന്നും ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഡേ എല്ലാമാണ് ഞാൻ ഒന്ന് സെറ്റായി വന്നത്. കാരണം ആ ഒരു ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് വന്ന് ഇവിടെ ഒന്ന് റെഡിയായി വരണമല്ല, ഇവിടുത്തെ ആ ഒരു ഇതെല്ലാം ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരണ്ടേ കുറച്ച് ദിവസം. അതിന് ശേഷം അതിന് വീഡിയോസ് എല്ലാം എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വരുന്ന ആ ഒരു ടൈമിനാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. ആ ഒരു ജൂലൈയിലല്ലേ എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരേ മഴ തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് രാവിലെ ഒരു 6 മണിയാണ് കേട്ടോ. ഇത് 6 മണിക്കുള്ള ഫുഡാണ്. ഇതിൽ മെയിനായിട്ട് നമ്മളെ ഫുഡും കാര്യങ്ങളെല്ലാം കേട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം രാവിലെ ഇത് ഹോർലിക്സും നമ്മൾ പഴം പുഴുങ്ങിയതും അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ രാവിലെ ഉണ്ടായാൽ. രാവിലെ 6 മണിക്കാണിത്. അപ്പോൾ അത് കഴിച്ച് പിന്നെ നമ്മൾ കിടന്ന് കുറേ ഉറങ്ങുക. ശരിക്കും നല്ലൊരു റെസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇപ്പോൾ ഇറങ്ങിയതല്ലേ ഈ ഒരു പ്രസവരക്ഷ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സംഭവം നല്ല അടിപൊളിയാണ്. കാരണം നമുക്ക് നല്ല റെസ്റ്റും കാര്യങ്ങളെല്ലാം കിട്ടും. നമ്മളാരും തന്നെ ഡിസ്റ്റർബ് ചെയ്യാനില്ല. അതാണ് മെയിൻ സത്യം. അപ്പം നമ്മൾ ചെറിയൊരു ഉറക്കെല്ലാം കഴിഞ്ഞ് പിന്നെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടാവും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 8 മണിക്കുള്ളിൽ തന്നെ അതും കൊണ്ടുവരുത്തുണ്ട്. പിന്നെ നമ്മൾ കഴിക്കാൻ കുറച്ച് ലേറ്റായിട്ട് അങ്ങനെ കഴിക്കില്ല. കാരണം എല്ലാം നമുക്ക് ഇങ്ങനെ കുറേ ഉറങ്ങിയെല്ലാം ചെയ്ത് നമ്മളെ ഒരു ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാം. പക്ഷേ സംഭവം എല്ലാം ടേബിൾ മേലെ നമ്മളെ ടൈമിന് അങ്ങ് കൊണ്ടുത്തരും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് വിശന്നിരിക്കണം അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായത് ആ ഒരു ടൈപ്പ് 10 നമ്മളങ്ങോട്ടൊന്നും ആ ഒരു മോഡലില്ല. ഇത് എനിക്കൊന്ന് ഈ കോഴിക്കോട് അങ്ങോട്ടുള്ള ഈ ടയർ പത്തിരി അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. അത് കുറച്ച് കട്ടിയായിട്ട് ചുട്ടെടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ വെജിറ്റബിൾ കറി അങ്ങനത്തെയാണ് കേട്ടോ ഉണ്ടായത്. ഇവിടെ എല്ലാ ഫുഡും വെജിറ്റേറിയനാണ് കേട്ടോ ഉണ്ടാവൽ. നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല. നോൺ വെജ് വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയെല്ലാം ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫുൾ വെജിറ്റേറിയനാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ കഴിക്കേണ്ടതും എന്താ പറയുക, കൂടുതലും വെജിറ്റേറിയൻ തന്നെയാണ് കൂടുതൽ കഴിക്കുന്നത് നല്ലത്. അപ്പോൾ ഇത് വേറൊരു ദിവസത്തെയാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ എല്ലാം കൂടി എന്താണ് ഒരു ചില ടൈമിൽ മാത്രം ഇങ്ങനെ വീഡിയോ എടുക്കാൻ നമുക്കൊരു ഇത് വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ ഇത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പുട്ട്, കടലക്കറി അങ്ങനെ കുറേ ടൈപ്പ് വരും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം. അപ്പോൾ ഇങ്ങനെ നല്ല ഇതായിട്ട് കാണുമ്പോൾ ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുക്കും. അപ്പോൾ ഇനി ഇതെല്ലാം അങ്ങനെ കഴിക്കലാന്ന്. പിന്നെ എന്താണ് മെയിൻ ഇതും കഴിച്ച് പിന്നെ നമ്മളെ വേദഗുളി സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിന് ഓരോരാൾ ഓരോരോ ടൈമാണ്. അപ്പം എല്ലാവരെയും ഉച്ചക്ക് മുന്നേ എല്ലാവർക്കും ആ ഒരു വേദഗുളിയെല്ലാം കഴിയും കേട്ടോ. കുറേ ആളുണ്ടാവും ഈ ഒരു വില്ലയിൽ തന്നെ. പിന്നെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ ആയിരിക്കും നമ്മളെ കുളിക്കാനെല്ലാം വിളിക്കൽ. അപ്പോൾ ആയുഷ്വെല്ലാം ഞാനും ആയുഷും പിന്നെ എൻ്റെ ഒരു അമ്മാവും കൂടിയാണ് അടുത്തേക്ക് വന്നത്. കാരണം ഉമ്മ മക്കൾസിൻ്റെ കൂടെ അവരെ സ്കൂളെല്ലാം വിടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ പുറക്കാക്കിയിട്ട് നമ്മൾ മാത്രമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നീട് കുറേ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊരു കൂട്ടായിട്ട് ആരെങ്കിലും നിൽക്കണമെന്നേ ഇല്ലും. കാരണം ഇവിടെ നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് ഫുഡ് കാര്യങ്ങൾ അവരെ ലോണ്ട്രി എല്ലാം അവരെന്നെ ചെയ്യും കേട്ടോ. നമ്മളതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കൂട്ടായിട്ട് ആരെങ്കിലും വേണമെന്നേ ഇല്ലും ഈ ഒരു ദിവസങ്ങൾ.
അതിൻ്റെ ഇടയിലായിട്ട് നമ്മളെ വേദകുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇനിയിപ്പം ഒരു കഞ്ഞിയാണ്. കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ എന്താണ് പയറുവർഗ്ഗങ്ങളെല്ലാം ഇട്ടിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ. ഇത് എല്ലാം നല്ല നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ കൊടുക്കൽ. ഇടാന്നല്ല, എല്ലാ പ്രസവരക്ഷ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം ഇങ്ങനത്തെ എല്ലാം ഫുഡ് തന്നെയാണ് മെയിനായിട്ട് ഉണ്ടാവൽ. അപ്പോൾ ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് അങ്ങനെ എന്താണ് ഒരു ടേസ്റ്റില്ലായ്മയൊന്നും നമുക്ക് തോന്നൂല. അങ്ങനെ എന്താണ് എല്ലാം നമുക്ക് ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാനും പറ്റും. പിന്നെ ഇതും വേറൊരു തേങ്ങാപ്പാലെല്ലാം ചേർത്തിട്ടില്ല, വേറൊരു ദിവസത്തെയാണ് കേട്ടോ. ഇത് വേറെ തേങ്ങാപ്പാലും ഇതെല്ലാം ആക്കിയിട്ട് ഒരു കുത്തിയരി കഞ്ഞി അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് മുതിര തോരൻ ഉണ്ടാക്കിയ അങ്ങനെ. അപ്പം ഇത് കഴിച്ചിട്ട് പിന്നെ നല്ല കുറച്ച് വീണ്ടും നമ്മളൊരു റെസ്റ്റ് തന്നെയാണ്. മെയിൻ എന്താണ് ഡെലിവറി കഴിഞ്ഞാൽ എല്ലാവരും റെസ്റ്റ് തന്നെയാണെന്നല്ല. അപ്പം അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഫുഡെല്ലാം അങ്ങനെ കഴിക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി കഞ്ഞിയെല്ലാം കുടിച്ച് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ബേബീനെ കുളിപ്പിക്കാനെല്ലാം വരും. അപ്പോൾ പിന്നെ ഓളെ കുളിയും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടയിലായിട്ട് കഴിഞ്ഞു. പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ മക്കൾ നല്ലപോലെ ഉറങ്ങുമല്ലോ ആ ഒരു സമയത്ത്. അപ്പോൾ പിന്നെ നമ്മളും അങ്ങനെ ഉറങ്ങലാണ് കേട്ടോ ഇവിടെ. പിന്നെ മഴയായതുകൊണ്ട് തന്നെ നമ്മളെ ആർത്തിയിടലെല്ലാം ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഉള്ളിലിട്ട് ഫാൻ ഇടലാണ്, കാരണം നല്ല മഴയാണ് കേട്ടോ ഈ ഒരു സമയത്തെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാളിൽ ഫാൻ ഇട്ടിട്ട് അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കലാന്ന്. അപ്പോൾ ഇതാ നമ്മളെ നെക്സ്റ്റ് നമ്മളെ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചെല്ലാം ഇവിടെ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ഉച്ചക്കത്തെ ഫുഡെല്ലാം കൊണ്ടുവരും കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കാൻ ലേറ്റ് ആവുന്നതെന്ന് മാത്രമേ ഇല്ല, കാരണം നമ്മൾ കഴിക്കാൻ ഏകദേശം 2:30-3 മണിയെല്ലാം ആവും കേട്ടോ. നമ്മൾ കുറച്ച് നേരം കിടന്ന് പിന്നെ ഇങ്ങനെ മടി വന്ന് അങ്ങനെ ഫുഡെല്ലാം അങ്ങനെ ലേറ്റായി പോകും കഴിക്കാനായിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്താണ് നമ്മളങ്ങനെ വയറ് കാഞ്ഞ് ഇരിക്കുന്നൊന്നുമില്ലല്ലോ. പിന്നെ എന്താണ് ഡെലിവറി കഴിഞ്ഞാൽ എല്ലാവരും കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കണം എന്നല്ല. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ടൈമിന് അങ്ങനെ കഴിക്കാനൊന്നും ഇതാവില്ല കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം കഴിക്കാനെല്ലാം അങ്ങനെ നോക്കലാന്ന്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡിൽ മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെജിറ്റേറിയൻ തന്നെയാണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി സദ്യ, ചെറിയൊരു സദ്യ പോലെയാണ് കേട്ടോ ഈ ഒരു ഉച്ചക്കത്തെ ഫുഡ്. കാരണം നല്ല എന്താണ് സാമ്പാർ, പച്ചടി, കിച്ചടി, അവിയൽ, അങ്ങനെ എരിശ്ശേരി, പുളിശ്ശേരി, അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാകലുണ്ട് കേട്ടോ. ഓരോരോതും മാറി മാറി വരും. പിന്നെ മെയിൻ മുട്ട പൊരിച്ചത്, പിന്നെന്താണ് പപ്പടം, രസം, അങ്ങനെ എല്ലാം ആയിട്ട് നല്ല അടിപൊളി ഫുഡ് തന്നെയാണ് കേട്ടോ ഉണ്ടായത്. നമുക്ക് ശരിക്കും ഉണ്ടല്ലോ ആദ്യം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡെല്ലാം എങ്ങനെയാണ്, നമ്മൾ ഫുൾ വെജിറ്റേറിയൻ അല്ലേ എന്താണെന്ന് അവസ്ഥ എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല, നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നല്ല. പക്ഷേ ഇവിടെ വന്നിട്ട് നല്ല ഇഷ്ടമായി കേട്ടോ, കാരണം നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡെല്ലാം. പിന്നെ നോൺ വെജ് എന്ന് പറയാൻ കഴിയില്ല, കാരണം ചെറിയ ചെറിയ മീനും മീൻ കറിയും ഉണ്ടാകലുണ്ട്. കാര്യം നമ്മൾ ഈ ഒരു ടൈമിൽ നമുക്ക് ചെറിയ ചെറിയ മീനെല്ലാം കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ മീനെല്ലാം കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഫുഡ് കഴിക്കലാണ്. പിന്നെ ആയുഷും ഞാനും ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കൽ. കാരണം ചില ടൈമിലുള്ള ഭയങ്കര വാശിയെല്ലാം ആകുമ്പോൾ ഞാൻ വാരിക്കൊടുത്തും അങ്ങനെയെല്ലാം ആയിട്ട് നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി, ഇനിയിപ്പം ബേബിയായിട്ടെല്ലാം കുറച്ചിങ്ങനെ വർത്താനെല്ലാം പറഞ്ഞിരുന്നു. വൈകുന്നേരം ടൈമല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് പോക്കാന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ചായയും വന്നിട്ടുണ്ട്. അതിനപ്പോൾ ചായക്കും ഇതുപോലെ ഇത് ഏലാഞ്ചിയാണ് കേട്ടോ. ഇത് ചായര കടിയും ഇങ്ങനെ ആവിയിൽ വേവിച്ചത് നല്ല ഹെൽത്തി ആയിട്ടില്ല തന്നെയാണ് കേട്ടോ. ഇങ്ങനെ പൊരിച്ചിട്ടുള്ള കടികളൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല. എല്ലാം ഇങ്ങനെ ആവിയിലെല്ലാം ആക്കിയിട്ടില്ല സ്റ്റീം ചെയ്തെടുക്കുന്ന കടികളെല്ലാം കേട്ടോ ഉള്ളത്. അതും നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളിങ്ങനെ മരുന്നും അതെല്ലാം കുടിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു അരിഷ്ടം സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം അങ്ങനെ കുടിക്കലാന്ന്. പിന്നെ ഇതൊന്നും എല്ലാവർക്കും ഒന്നും അങ്ങനെ ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ ഇഷ്ടമല്ലെങ്കിൽ നമ്മളിതെല്ലാം കഴിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ചില ആൾക്കാരെല്ലാം പറയുന്നേക്കാം ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഈ മരുന്നൊന്നും കഴിക്കാനൊന്നും ഇഷ്ടമല്ല, മറ്റേ അരിഷ്ടം കുടിക്കൽ, കഷായം, അതൊന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ നമ്മളിത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കുടിക്കണം. നമ്മളെ ഹെൽത്തിനെല്ലാം നമുക്ക് വേണ്ടിക്ക് തന്നെയല്ലേ ഇതെല്ലാം നമ്മൾ കഴിക്കുന്നത്. പിന്നെ ആയുർവേദിക് മെഡിസിൻസ് എല്ലാം കഴിക്കുന്നതെല്ലാം നല്ലതാണ്. അപ്പം പിന്നെ
ഒന്നും നോക്കണ്ട കണ്ണും ചിമ്മി അങ്ങനെ കുടിക്കലാന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു അരിഷ്ടയെല്ലാം ആ ഒരു ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ ഇത് എത്ര ദിവസമാണ് 7 ദിവസം 14 ദിവസം അങ്ങനെ 7 ദിവസമാണെന്ന് തോന്നട്ടെ ഇത് കുടിക്കേണ്ടത് രാവിലെ രാത്രി ആയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ലാസ്റ്റ് ടൈമാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് തന്നെ ബോട്ടിലെല്ലാം കാലിയായിട്ട ലാസ്റ്റ് ഡേ ആണിത്. ശരിക്കും പറഞ്ഞാൽ ആയിഷൂനാണ് കേട്ടോ ഇവിടെ ഭയങ്കര ബോറടി. കാരണം നമുക്ക് പിന്നെ ബേബിയെല്ലാം ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകും, പക്ഷേ ഇവൾക്ക് ഇടുന്ന ടൈമേ പോകുന്നില്ല. അതുകൊണ്ട് എന്തെല്ലാം കളിച്ച് കൂട്ടൽ തന്നെയാണ് മെയിനായിട്ട്. പിന്നെ പിള്ളേരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്കും ഇങ്ങനെ അടച്ചിട്ടിട്ട് ഇരിക്കുമ്പോൾ എന്തോ പോലെ ആവുമല്ലോ. പിന്നെ മഴയായതുകൊണ്ട് തന്നെ ഇവിടെ മുറ്റത്ത് ഇറങ്ങാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഉണ്ടായത്. പിന്നെ ലാസ്റ്റ് ടൈമാണ് പിന്നെ മഴയെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായത് നമ്മൾ തിരിച്ച് വരാനായ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓളെ ബേബിനെ എല്ലാം എടുത്തിട്ട് എന്താണ് ബേബീൻ്റെ ആ ഒരു കിടക്കയുണ്ടല്ലോ, അപ്പോൾ അതിലെല്ലാം വെച്ചിട്ട് അങ്ങനെ കളിച്ചിട്ട് അങ്ങനെ സമയം തേക്കലാണ് കേട്ടോ ഇവിടെ. പിന്നെ ഹംദാനും ആയിഷാവും നല്ല അടി കൂടും, അതുകൊണ്ടാണ് നമ്മൾ ആയിഷുവിനെ മാത്രം നമ്മളെ കൂടെ കൂട്ടിയിട്ടുള്ളത്. ഇനിയിപ്പം വൈകുന്നേരം ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു ഓട്സ് ആണ് കേട്ടോ. ഇത് ഓട്സ് മുത്താറി കാച്ചത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഡെയിലി കൊണ്ടുവരും. അപ്പോൾ ഇതും അതിൻ്റെ അടുക്ക് തന്നെ അങ്ങനെ കുടിക്കലാണ്. പിന്നെ ഇതെല്ലാം ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇവിടെ. കാരണം നമുക്കൊരു ഡയറ്റിങ് പോലത്തെ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് വരുന്നത്. നമ്മൾ ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ എല്ലാ ടൈമും ഇങ്ങനെ ഫുഡ് കഴിക്കലും ഇതെല്ലാം ആകുമ്പോൾ നമുക്ക് ഓവർ തടി വെക്കുന്നില്ല, ടെൻഷനൊന്നും വേണ്ട. കാരണം നമുക്കൊരു ഡയറ്റിങ് പോലെ ആയിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കഴിച്ചിട്ട് വയറ് ചാടൽ ഭയങ്കര ഓവർ തടി അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് രാത്രിക്കത്തെ ഫുഡാണിത്. അപ്പോൾ ഇത് രാത്രി ചപ്പാത്തി സാലഡ് പിന്നെ ഇതുപോലെ കടല മസാല പിന്നെ മുട്ട മസാല അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാവും കേട്ടോ രാത്രിയിൽ. പിന്നെ നമ്മൾ രാത്രിയിൽ ഈ ഒരു ഫുഡെല്ലാം കഴിച്ച് കുറച്ച് കിടക്കാനാകുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു പാലും പിന്നെ നട്ട്സ് ഉണ്ടല്ലോ ബദാമും നമ്മളെ കാഷ്യൂനട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും കൂടി കൊണ്ടുവരും. അപ്പോൾ ഇതിങ്ങനെ ഒരു പിടിയാണ് കേട്ടോ ഇതില്ലത്. അപ്പോൾ ഇതും അങ്ങനെ ഓവറായിട്ട് ഇതൊന്നും കഴിക്കാൻ പാടില്ല, എന്തായാലും നമ്മൾ തടി വെക്കും. അപ്പോൾ അതെല്ലാം കഴിച്ച് അന്നത്തെ ദിവസം നല്ല ഇതായിട്ട് അങ്ങനെ ഉറങ്ങി. പിറ്റേന്നല്ല ഇത് വേറൊരു ദിവസത്തെയാണ്. അപ്പോൾ നമുക്കിത് പിറ്റേന്ന് പറയാം. അപ്പോൾ ഇത് പിറ്റേന്ന് നമ്മളിതാ രാവിലത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ അന്നത്തെ ദിവസം ആയിഷ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. കാരണം ആൾക്ക് നല്ലപോലെ മടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ കുറേ ദിവസമായതുകൊണ്ട് തന്നെ നല്ലപോലെ മടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കടയിലെല്ലാം പോയി ഷോപ്പിലെല്ലാം പോയി ഒന്ന് ടൗണിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കലാണ്. അപ്പം എന്തെങ്കിലും ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്താലെല്ലാം കുറച്ച് അതും കൊണ്ട് അങ്ങനെ കളിക്കുമല്ലോ ടോയ്സ് എല്ലാം. അപ്പോൾ ഇതോളങ്ങനെ പോകാനെല്ലാം റെഡിയായി നിൽക്കലാണ്. ഈ ഒരു ദിവസം ഞാൻ അങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. കാരണം അങ്ങനെ പ്രത്യേകിച്ചൊരു വീഡിയോസൊന്നും എടുക്കാനൊന്നും ഇല്ലല്ലോ. ശരിക്ക് നമ്മൾ ഈ ഒരു ഫുഡും കാര്യങ്ങളെല്ലാം കാണിക്കാനില്ലോ. അപ്പം നമ്മൾ ആവശ്യമെല്ലാം പോയതിന് ശേഷം പിന്നെ ലഞ്ചെല്ലാം വന്നിട്ടുണ്ടായിന്. അപ്പം ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അങ്ങനെ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ചോറും കറികളെല്ലാം ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ജ്യൂസും ഉണ്ടാകലുണ്ട് കേട്ടോ. ഉച്ചക്ക് നമുക്ക് ചോറെല്ലാം കഴിച്ചിട്ട് ജ്യൂസും കൊണ്ടുവരുത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മുന്തിരിയോ ഇല്ലെങ്കിൽ വാട്ടർമെലൺ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഫ്രൂട്ട്സിൻ്റെ ഏതെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാവും കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ ഇതങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലും എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമുക്ക് ട്രെയിൻ പോകുന്നതും വരുന്നതും എല്ലാം കാണാനായിട്ട് പറ്റും കേട്ടോ ഇതിലേ നോക്കിക്കഴിഞ്ഞാൽ. അപ്പം പിന്നെ കുറച്ച് സമയം ഇവിടെയെല്ലാം വന്നിരുന്ന് പിന്നെ മുറ്റത്തിറങ്ങണമെങ്കിൽ ഫുള്ള് മഴയായതുകൊണ്ട് തന്നെ ഇറങ്ങാനേ പറ്റില്ല കേട്ടോ. മുറ്റത്തിൽ നമുക്ക് നടക്കാനെല്ലാം നല്ല സൗകര്യമെല്ലാം ഉണ്ട്, പക്ഷെ മഴയായതുകൊണ്ട് തന്നെ അങ്ങനെ ഇറങ്ങലേ ഇല്ല. അപ്പോൾ ഇന്ന് മഴയെല്ലാം അങ്ങനെ നല്ല കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം. ഇതെല്ലാം ഏകദേശം നമ്മൾ തിരിച്ച് വരാനായിട്ടില്ല ആ ഒരു ടൈമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് അവരങ്ങനെ ഷോപ്പിലെല്ലാം പോയി വന്ന് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ഇത്. ഇതാ നമ്മൾ വൈകുന്നേരം, ഇതും വേറൊരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു അരിഷ്ടം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു അരിഷ്ടമെല്ലാം കുടിച്ചതിന് ശേഷം പിന്നത്തെ ഡേയ്സ് എല്ലാം കുടിക്കേണ്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒരു 14 ദിവസം എങ്ങാനാണ് കേട്ടോ ഇത് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഞരമ്പുകൾക്കെല്ലാം നല്ല ബലം കിട്ടാൻ അങ്ങനെയെല്ലാം കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ എന്ത് നമുക്ക് കഴിക്കാൻ തരുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് കേട്ടോ നമ്മളെ കഴിപ്പിക്കൽ. കാരണം എല്ലാവർക്കും ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം കഴിക്കാൻ ഭയങ്കര മടിയും ഇതെല്ലാം ഉണ്ടാവുമല്ലോ. പിന്നെ ഇങ്ങനത്തെ എല്ലാം പ്രത്യേകിച്ച് ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് കുടിക്കാനൊന്നും പറ്റൂലല്ലോ. അരിഷ്ടം എന്ന് പറയുമ്പം തന്നെ അറിയാമല്ലോ അതിൻ്റെ എല്ലാ കഷായം എല്ലാം ഏകദേശം ടേസ്റ്റ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കുടിക്കലാണ് കേട്ടോ അതെല്ലാം. പിന്നെ നമ്മളെ ഹെൽത്തിന് വേണ്ടി നമ്മൾ കുടിക്കുക അത്ര തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ രാത്രിയത്തെ ഫുഡ് വന്ന്, അപ്പോൾ ഇന്ന് എന്താണ് ചപ്പാത്തിയും എഗ് മസാലയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ അതെല്ലാം കഴിച്ച് പിന്നെ ഇതാ നമ്മളെ പാലും നട്ട്സും അതും ഈ ഫുഡിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുവരും കേട്ടോ ചില ദിവസങ്ങളിലെല്ലാം. അപ്പോൾ ഇതാ അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം എന്താ പരിപാടി, പിറ്റേ ദിവസം നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഴയായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടേ ഉണ്ടായിട്ടില്ല. ആശുവിനെയും കൂട്ടിയിട്ട് ആമ പുറത്തെല്ലാം പോക്കുണ്ടായിന്, പക്ഷേ ഞാൻ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കലായിരുന്നു കേട്ടോ ഉണ്ടായത്. ചില ദിവസം ഈ വിൻഡോൻ്റെ അടുത്തെല്ലാം വന്നിങ്ങനെ നിൽക്കുന്നതല്ലാണ്ട് വേറൊരു പുറം ലോകം ഞാൻ കണ്ടിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വിചാരിച്ച് വെറുതെ ഒന്ന് താഴെല്ലാം പോയി ഇറങ്ങിയിട്ടെല്ലാം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുറ്റത്തേക്കെല്ലാം ഇറങ്ങിയതാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവരെ വണ്ടിയും ഡ്രൈവറെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. കാരണം നമുക്ക് എല്ലാം നല്ല ഹെൽപ്പായിട്ട് എല്ലാവരും ഉണ്ടാവും കേട്ടോ ഇവിടെ. പിന്നെ നമുക്കും ആദ്യം പേടിയുണ്ടായിന്, എങ്ങനെയാണ് നമ്മൾ കുഞ്ഞിനെല്ലാം കൊണ്ട് വരുമ്പം എങ്ങനെയാണ് പുതിയൊരു സ്ഥലം, പുതിയൊരു നാടും പുതിയൊരു സ്ഥലത്തെല്ലാം നമ്മൾ താമസിക്കുമ്പോൾ എങ്ങനെയാണ് എന്നെല്ലാം. പക്ഷേ നമുക്ക് അങ്ങനത്തെ യാതൊരു ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല സുഖമായിരുന്നു ഇവിടെ. പിന്നെ ഇവിടെ നമ്മളെ ലേഡീസ് ഓൺലി മാത്രമാണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ അമ്മയും കുഞ്ഞും പിന്നെ ആയിഷാക്ക് നല്ല കുറേ ഫ്രണ്ട്സിനെല്ലാം കിട്ടീന് കേട്ടോ. അവരെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ബേബീസിനെല്ലാം കൊണ്ടുവരുമ്പം മൂത്താളെ നമുക്ക് കൂട്ടാട്ടോ. ഒരുമിച്ച് വരുന്ന ടൈമിൽ അങ്ങനെ മക്കൾസിനെ കൂട്ടാതെ ഒന്നുമില്ല, മൂത്ത കുഞ്ഞിനെയും നമുക്ക് കൂട്ടെല്ലാം ചെയ്യാം. അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആയിഷുവിൻ്റെ പ്രായമില്ല പിള്ളേർ തന്നെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ആയിഷു അങ്ങനെ അടിയും അങ്ങനെ പോയിട്ട് കളിക്കുകയൊന്നും ചെയ്യൂല. ഓൾ ഒറ്റക്കായിട്ട് കളിക്കുന്നതാണ് കേട്ടോ ഓൾക്ക് ഇഷ്ടം. പിന്നെ ഓൺലി ഹംദാനും ഓളും മാത്രമായിട്ട് അങ്ങനെ ഒരു ലോകമാണ് ഓൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിൽ ഓളങ്ങനെ പുറത്തൊന്നും പോയി കളിക്കാനൊന്നും നിൽക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതാ ഒരു ദിവസം നമ്മൾ മുറ്റത്തെല്ലാം പോയി ഒന്ന് റിലാക്സ് ചെയ്ത് വന്ന് പിന്നെ വൈകുന്നേരം ഏകദേശം 8 മണി അന്നത്തെ ദിവസം നമ്മൾ നേരത്തെ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായത് നമ്മൾ വരുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ പെരക്കേക്ക് പോകാനായല്ലോ എന്നില്ല ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മൾ അന്ന് വേഗം ഫുഡെല്ലാം കഴിച്ച് പിന്നെ അന്നത്തെ ദിവസം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മന്തി വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പം ഞാൻ ഇടയ്ക്കിടെ ഫുഡ് പുറത്തുനിന്ന് ഇങ്ങനെ, കാരണം ആയിഷാക്ക് ഇങ്ങനത്തെ വെജിറ്റേറിയനൊന്നും അങ്ങനെ ഓവറായിട്ട് കഴിക്കൂല. പിന്നെ
എനിക്ക് പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഏത് ഫുഡായാലും കഴിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ വാങ്ങിക്കലുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഡേ ഞാൻ പറഞ്ഞ എനിക്കും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ തന്നെ കഴിക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ച് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം ഈ ഒരു ഫുഡെല്ലാം വാങ്ങി ആ ഒരു ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കഴിക്കാനായിട്ട്. കാരണം കുറേ നാളായിട്ട് ഈ വെജിറ്റേറിയൻ തന്നെ കഴിച്ചിട്ട് നമുക്ക് എന്താണ് ഒരു ചിക്കനും ഇതെല്ലാം കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റിയാണെന്ന് തോന്നിയത്. അപ്പോൾ ഇതാ ഒരു ഫുഡെല്ലാം കഴിച്ച് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. രാത്രി ഇതുപോലെ നട്ട്സ് പാൽ ഇതെല്ലാം കുടിച്ച് അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേന്ന് നമ്മൾ പോകുന്ന ആ ഒരു ദിവസമെല്ലാം കേട്ടോ ഇത്. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ആ ഒരു ദിവസങ്ങളെല്ലാം അവിടെ അങ്ങനെ കഴിഞ്ഞതാണ് കേട്ടോ. എൻ്റെ ഡെലിവറി കെയറെല്ലാം ഈ ഒരു സഹയിലാണ് ഉണ്ടായത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വ്ളോഗുമായിട്ട് വരാം.